ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. പക്ഷേ അടുക്കളയിലെ ഏറ്റവും വലിയ ഷോക്ക് വെളിച്ചെണ്ണയാണ്. ഡിമാൻഡ് കൂടിയിട്ടില്ല, വ്യവസായ ആവശ്യവും വലിയതല്ല. എന്നിട്ടും വെളിച്ചെണ്ണ വില കത്തിക്കയറുകയാണ്. ഇതിന് പിന്നിൽ ആരാണ്? എന്തുകൊണ്ടാണ് ഈ വിലക്കയറ്റം ഉണ്ടാകുന്നത്? ഓണമെടുത്തതോടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കങ്കായം മാർക്കറ്റുകളിൽ ലിറ്ററിന് 6 രൂപ മുതൽ 8 രൂപ വരെയാണ് വെളിച്ചെണ്ണ വില വർദ്ധിച്ചത്. കഴിഞ്ഞ 3 ആഴ്ചയിൽ കൊച്ചിയിൽ മാത്രം വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 28 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണം ഉപഭോക്തൃ ആവശ്യകതയല്ല, മറിച്ച് തമിഴ്നാട്ടിലെ വ്യാപാരികളും ഊഹക്കച്ചവടക്കാരും ചേർന്ന് കൊപ്രയും വെളിച്ചെണ്ണയും സംഭരിച്ചു വെച്ച് വില ഉയർത്തുകയാണെന്നാണ് ആരോപണം. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയുടെ മൊത്ത വില കിൻഡലിന് 675 രൂപ ഒറ്റയടിക്ക് ഉയർന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കാര്യമായ ഓർഡറുകളില്ലെങ്കിലും ഓണം മുന്നിൽ കണ്ട് ഉയർന്ന വിലയ്ക്ക് കേരളത്തിലേക്ക് വെളിച്ചെണ്ണ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് വിപണി വൃത്തങ്ങൾ പറയുന്നത്. നിലവിൽ കൊച്ചിയിൽ വെളിച്ചെണ്ണയുടെ മൊത്ത വില 25,500 രൂപയിലെത്തിയിട്ടുണ്ട്. ലിറ്ററിന് ഏകദേശം 258 രൂപ വരെയാണ് വില. തൃശൂരിൽ 259 രൂപയും കോഴിക്കോട് 268 രൂപയും രേഖപ്പെടുത്തി. വില ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. അതേസമയം സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ആഴ്ച ചെറിയ ആശ്വാസം ലഭിച്ചതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്നതാണ്. പവന് ഏകദേശം 1,200 രൂപ കുറഞ്ഞ് 1,05,760 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിച്ചത്. എന്നാൽ അതിന് പിന്നാലെ വില ഉയരുകയായിരുന്നു. എന്നാൽ കുരുമുളക് കർഷകർക്ക് തിരിച്ചടി തുടരുകയാണ്. കിലോയ്ക്ക് വീണ്ടും 1 രൂപ കുറഞ്ഞതോടെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 5 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. ഇതിനൊപ്പം ശ്രീലങ്ക വഴിയുള്ള ഇറക്കുമതി കുരുമുളകും ഇന്തോനേഷ്യൻ ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ വിപണിയിലെത്തുന്നതും ആഭ്യന്തര കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓണം വരുമ്പോൾ വെളിച്ചെണ്ണയുടെ വില ഇനിയും ഉയരുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. വിപണിയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.